Hi dears, welcome back to our channel. നമ്മൾ ഇന്നൊരു ബോട്ടമാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബോട്ടമാണ്. നമ്മളിപ്പോൾ സൽവാർ ഏത് ഏജിലുള്ളവരും യൂസ് ചെയ്യും. അപ്പം സാധാ ബോട്ടം ഇടുന്നവരും ഉണ്ട്. അവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആവുക. അപ്പോൾ ഇത് കട്ടിങ് സ്റ്റിച്ചിങ് നമ്മൾ ഈ ഒരു വീഡിയോയിലാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു 2 മീറ്റർ ക്ലോത്ത് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ പൊക്കത്തിൻ്റെ അനുസരിച്ച് 2.5 മീറ്റർ വരെ വേണമെങ്കിൽ നമ്മൾ എടുത്തോണേ. അത് നമ്മളുടെ പൊക്കത്തിൻ്റെ അനുസരിച്ച് നമ്മളിപ്പം 2 മീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 4ആയിട്ട് നമ്മളിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന പോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തു നമ്മൾ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗം ഇങ്ങനെയാണ് നമ്മളിപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ഇതുപോലെ 2 പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ടോപ്പ് പോർഷനായിട്ടുള്ള ഈ പാർട്ട് നമ്മൾ ബെൽറ്റ് എന്നാണ് പറയുന്നത്. ബാക്കി ബോട്ടം പോർഷനും അങ്ങനെ 2ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഇനി കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പാൻസിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എത്രയാണോ നമുക്ക് വേണ്ട ആ ലെങ്ത് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മളൊരു 6 ഇഞ്ച് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ആ 6 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബെൽറ്റ് പോർഷനാണ്. അപ്പം നമ്മളുടെ ഇവിടുത്തെ അളവെന്ന് പറയുന്നത് 38 ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ നമ്മളുടെ പാൻസിൻ്റെ ലെങ്ത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 38 ഇഞ്ചിൻ്റെ ഒരു പാൻസാണ് ലഭിക്കേണ്ടത്. അപ്പം നമ്മൾ ആ 38ൽ നിന്ന് 6 ഇഞ്ച് കുറയ്ക്കുന്നു. അപ്പം നമുക്കവിടെ 32 ഇഞ്ച് കിട്ടും. ആ കിട്ടിയ 32 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 2 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുകയാണ്. അതായത് നമ്മളുടെ ബോട്ടം ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് സീം അലവൻസിനെല്ലാം ആയിട്ട് നമ്മൾ 2 ഇഞ്ച് കൂടെ കൊടുക്കുകയാണ്. അപ്പം നമുക്ക് 32 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൊടുത്ത് നമ്മളിപ്പോൾ ഇവിടെ 34 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്ക് ആ പോയിന്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ 2 ഇഞ്ച് നമുക്ക് ഈ ബോട്ടം ഭാഗം നമ്മൾ ആ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് അറിയാൻ വേണ്ടി അവിടെ ആ 2 ഇഞ്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നമുക്കിപ്പം ബോട്ടം ഭാഗത്തെ അളവായിട്ട് നമുക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വിഡ്ത്ത് നമ്മളുടെ പാൻസിൻ്റെ ബോട്ടം ഭാഗത്തെ ഓപ്പൺ ആണ്. അത് നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ട അളവ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുക്കുക. അങ്ങനെയാണ് ആ ഭാഗം എടുക്കേണ്ടത്. ഇനി നമ്മൾ ക്രോച്ച് ഏരിയയാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഓപ്പൺ സൈഡിൽ നമ്മൾക്ക് ലെങ്ത് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഒരു 11 ഇഞ്ചാണ്. അതായത് നമ്മുടെ ടോട്ടൽ ക്രോച്ച് ഏരിയ 16 ഇഞ്ചാണ്. ആ 16 ഇഞ്ചിൽ നിന്ന് നമ്മൾ 6 ഇഞ്ച് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 10 ഇഞ്ചെന്ന് ലഭിക്കും. ആ 10 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുക്കുന്നു. അങ്ങനെ 11 ഇഞ്ചാണ് ഇത്രയും പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി ഒരു ടീനേജ് ഗേളിനാണ് ഒരു 14 ഇഞ്ച് ക്രോച്ച് ഏരിയ കൊടുത്താൽ മതിയെ, 14-15 ഇഞ്ചൊക്കെ. ഇനി നമ്മൾ ഈ പോർഷൻ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് നമ്മൾ സീം അലവൻസ് ബോട്ടം ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതുപോലെ മടക്കി നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബോട്ടം ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് 2 പാർട്ടായിട്ട് ഇങ്ങനെ നമ്മളുടെ ബോട്ടം ഭാഗം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബെൽറ്റ് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ സൈഡിൽ കട്ട് ചെയ്ത ബാക്കി പീസിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പം ക്ലോസ് ആയ ഭാഗത്ത് നിന്ന് നമ്മളൊരു 12 ഇഞ്ചാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പം 4ആയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് 6 ഇഞ്ചാണ് ബെൽറ്റ് പോർഷന് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത്. അപ്പം നമ്മൾ 2 ഇഞ്ച് കൂടെ സീം അലവൻസിനും ബോട്ടം ഭാഗത്ത് നമുക്ക് ഇതിന് ടാഗ് ഇട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിക്കുകയില്ല. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ഒരു റെഡിമെയ്ഡായിട്ട് സെറ്റായിട്ട് വാങ്ങിക്കുന്ന ക്ലോത്തുകൾ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പോർഷൻ എടുത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഭാഗം നമുക്കിങ്ങനെയൊന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഈ 4 പീസയിലും ഇങ്ങനെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ഓരോ പീസും ഇങ്ങനെ ഈ ഭാഗം ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത്
എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരോ പീസയിലും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ആ ഭാഗം എടുത്തിരിക്കുകയാണ്. മിക്കവാറും നമുക്ക് വാങ്ങിക്കുന്ന ക്ലോത്തിലൊക്കെ ഇങ്ങനെ കിട്ടും. സെറ്റായിട്ട് എടുക്കുന്ന സൽവാറിൻ്റെ ബോട്ടം ഭാഗമൊക്കെ നമ്മളിതാ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുവേ. എന്നിട്ട് നമ്മളിതാ ഈ 8 ഇഞ്ച് ഇവിടെയും കൂടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബെൽറ്റ് പോർഷൻ ഇവിടെ റെഡി ആകുകയാണ്. ഇനി നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്കിതാ ഇതുപോലെ 2 പീസസ് ആണ് ലഭിക്കുന്നത്. ഇതിൻ്റെ സൈഡെല്ലാം നമ്മൾ ആ വെച്ച് കൊടുത്തതൊക്കെ നമുക്ക് ഇങ്ങനെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ടാഗിനുള്ള പീസസ് കൂടെ എടുത്തു. ഇനി നമ്മളൊരു സ്ട്രിപ്പാണ് ഈ അകത്ത് വെച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് സ്റ്റിച്ചിങ് സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിലൊക്കെ ലഭിക്കുവേ. ആ സ്ട്രിപ്പ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഒരുപാട് പ്രാവശ്യം അടുപ്പിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മളിത് ബോട്ടം ഭാഗമാണ്, ഇതുപോലെ ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സ്റ്റിച്ച് നമുക്ക് ഇഷ്ടമുള്ള അവിടെ നമുക്ക് ഡിസൈൻ കൊടുക്കാവുന്നതാണ്. 2 പീസസും നമ്മളിതാ ഇതുപോലെ ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോച്ച് ഏരിയ തമ്മിലാണ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗമാണ് 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതാ ഇപ്പം നമ്മൾ ഈ 2 വശവും സ്റ്റിച്ച് ചെയ്ത് ക്രോച്ച് ഏരിയ മാത്രമേ ഉള്ളൂ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു സൈഡ് എങ്ങനെ നമ്മൾ ചെയ്തോ അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തെ സൈഡും ക്രോച്ച് ഏരിയ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളിതാ ഇതിനെ ഒന്ന് നിവർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ നിവർത്തി ഈ ക്രോച്ച് ഏരിയ തമ്മിൽ ഇങ്ങനെ കൊണ്ടുവരണം, ഒരുപോലെ വരുന്ന രീതിയിലാക്കി എടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ ബോട്ടം ഭാഗത്ത് നമുക്ക് എത്രയാണോ വിഡ്ത്ത് കൊടുക്കേണ്ടത്, എന്നിട്ട് സീം അലവൻസ് നമുക്കൊരു 1.5-2 ഇഞ്ച് കൊടുത്തോണേ. എന്നിട്ട് ഇതാ ഇങ്ങനെ വന്ന് ഈ ക്രോച്ച് ഏരിയയിൽ ഇതുവഴി വന്ന് നമ്മൾ ഇപ്പുറത്തെ നമ്മളുടെ ഓപ്പൺ സൈഡ് വരെ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതാ ഇപ്പം നമുക്ക് നമ്മളുടെ ഈ പാൻസിൻ്റെ ബോട്ടം ഭാഗം ഇങ്ങനെ റെഡിയായി ലഭിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ബാക്ക് സൈഡാണ്. നമ്മളിപ്പോൾ ഈ ഒരു വശം എന്ന് പറയുന്നത് അത് ഏത് വശം വേണേലും എടുക്കാം. ഇനി അടയാളപ്പെടുത്തി കൊടുത്തു കഴിയുമ്പോഴാണ് അത് ബാക്ക് സൈഡായി മാറുന്നത്. 2 സൈഡിലേക്ക് നമ്മൾ 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ആ 2 ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളിതാ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഗാദറിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ അല്ല, ഒരു സൈഡിലെ വിഡ്ത്ത് നമ്മൾ 22 ഇഞ്ചാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതായത് നമ്മളുടെ ഈ ബെൽറ്റ് പോർഷനുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കിട്ടുന്ന വിഡ്ത്തിലേക്ക് നമ്മൾ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാവേ. ഇങ്ങനെ അകത്ത് വശത്തേക്ക് നമ്മൾ 2 സൈഡിലും 2 ഇഞ്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു. ഇങ്ങനെ ഈ വെച്ച് കൊടുക്കുന്ന സൈഡാണ് നമ്മളുടെ ബാക്ക് പോർഷൻ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തതിന് ശേഷം നമ്മൾ ആ ക്രോച്ച് ഏരിയയിൽ നിന്ന് 2 വശത്തേക്കും ഒരേ അളവിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മാർക്ക് ചെയ്ത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ ഇങ്ങനെ ഗാദറിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്കിപ്പോൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഗാദറിങ് ചെയ്ത് ലഭിക്കുവേ. അപ്പോൾ ബാക്ക് വശം നമ്മളിങ്ങനെയും ഫ്രണ്ട് വശം ഫുൾ ഗാദറിങ് ചെയ്തു എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിതൊന്ന് ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് അളന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 22 ആണ് വിഡ്ത്ത് ലഭിക്കേണ്ടത്. നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്ത് വരെ നമ്മൾ ചുരുക്കിട്ടെടുക്കുക. ഇനി നമ്മൾ ആ ബെൽറ്റ് പോർഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 22 മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രയാണോ ചുരുക്കിട്ടതിനുള്ള ബോട്ടം പോർഷന് വിഡ്ത്ത് കൊടുത്ത് അതേ സെയിം വിഡ്ത്തിലെടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇവിടെ ഒരു അല്പം നമ്മൾ ഗ്യാപ്പ് ഇടുക. ആ ഗ്യാപ്പ് ഇടുന്നിടത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ലേ. ഇത്രയും മാത്രം സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത പോയിന്റ് തൊട്ട് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്തോണേ. എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. ഇനി സീം അലവൻസ് നമുക്ക് ഇത്രയുണ്ട്. ഇതാണ് നമ്മുടെ ആ ഗ്യാപ്പ് അവിടെ ലഭിക്കുകയും ചെയ്തു. ഇനി ഈ സീം അലവൻസ് നമ്മൾ റോങ് സൈഡിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ 2 സൈഡ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിനായിട്ടാണ് നമ്മൾ ഈ ബെൽറ്റ് പോർഷനിൽ ഒരല്പം കൂട്ടിയിട്ടെടുത്തത്. നമ്മളുടെ വിഡ്ത്ത് എടുക്കുമ്പോൾ ഒരല്പം കൂട്ടിയിട്ടെടുത്തോണേ.
അതായത് ബോട്ടം പോർഷൻ്റെ ഗാദറിങ് ചെയ്ത് കിട്ടുന്ന വിഡ്ത്തിനെക്കാട്ടിലും ഒരു 2 ഇഞ്ച് കൂടെ കൂടുതൽ എടുത്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതാ ഈ ഭാഗം ഇതാ ഇങ്ങനെ നമ്മൾ ഫുള്ളങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ഇതിൻ്റെ ടാഗ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെൽറ്റ് പോർഷനും ബോട്ടം പോർഷനും കൂടെ അറ്റാച്ച് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മളിതാ ഈ ഒരുപാട് ചുരുക്കിട്ട ആ ഭാഗം ഫ്രണ്ട് പോർഷൻ എടുക്കുക. എന്നിട്ട് ക്രോച്ച് ഏരിയകൾ തമ്മിൽ, അതായത് ബെൽറ്റിൻ്റെയും അതുപോലെ തന്നെ ബോട്ടം ഭാഗത്തെയും ക്രോച്ച് ഏരിയകൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തു കൂടി ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ, ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം. അപ്പോൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിപ്പം ബോട്ടം പോർഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സൽവാർ ഇടുന്ന ഏതൊരാൾക്കും യൂസ് ചെയ്യാം. കുഞ്ഞു ടീനേജ് ഗേൾസിനും യൂസ് ചെയ്യാം, യൂണിഫോമിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര പ്രായമായവർക്ക് വേണമെങ്കിലും ഈ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ടീനേജ് ഗേളിനാണെങ്കിൽ ക്രോച്ച് ഏരിയ ഒരു 14 ഇഞ്ചോ 15 ഇഞ്ചോ മാത്രം എടുക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതേ അളവ് എടുക്കുക. അവനവൻ്റെ അളവിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ 17 ഇഞ്ച് വരെ ക്രോച്ച് ഏരിയ എടുക്കാം. അപ്പം നമ്മൾ ക്ലോത്ത് എടുക്കുന്നതും ഒരു 2.5 മീറ്ററൊക്കെ എടുത്തോണേ. അപ്പോൾ സാധാരണ നോർമൽ പൊക്കമൊക്കെ ഉള്ളവർക്കും ഒക്കെ ക്രോച്ച് ഏരിയ ഒരു 15 തൊട്ട് 16 വരെയൊക്കെ എടുത്താൽ മതി. അതുപോലെ തന്നെ 2 മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിലും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പം സപ്പോർട്ട് എപ്പോഴും തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.